ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പടമുകൾ ജംഗ്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ, വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. വളരെ വലിയ ലാൻഡ് അളവിലും വലിയ സ്ക്വയർ ഫീറ്റിലും സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയയാണ്. പടമുകൾ നിങ്ങൾക്കറിയാം, നമ്മുടെ കാക്കനാടിന്റെ ഒക്കെ ഹൃദയഭാഗമാണ്, പ്രൈം ലൊക്കേഷൻ ആണ്. അപ്പൊ വീടിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ടിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ദൂരം കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നിങ്ങൾ അപ്പോഴേക്ക് എലിവേഷൻ ഒന്നുകൂടെ കണ്ടോളൂ. പടമുകൾ ജംഗ്ഷനിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കാണെങ്കിൽ നമുക്ക് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. അതേപോലെ തന്നെ 6 കിലോമീറ്റർ ആണ് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിലും ലുലു മാളിന്റെ സൈഡിലേക്ക് പോകണമെങ്കിലും നമുക്ക് 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 26 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എത്താവുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താവുന്ന നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 19 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വലിയ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 4800 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നമുക്ക് വീടിന്റെ മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ ആ പുറത്തുള്ള റോഡ് കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മുടെ ആ ഒരു ടാർ റോഡിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡിൽ നിന്ന് നമ്മൾ നേരെ ഗേറ്റ് തുറന്ന് വീടിനകത്തുള്ള കോമ്പൗണ്ടിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. മുറ്റം മുഴുവനായിട്ട് ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 19 സെന്റിൽ പാർക്ക് ചെയ്യാവുന്ന വാഹനങ്ങളുടെ എണ്ണം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം 19 സെന്റ് സ്ഥലത്ത് ഈ കാണുന്ന പാർക്കിംഗ് ഏരിയയിൽ എത്ര വലിയ വാഹനങ്ങൾ വേണമെങ്കിലും എത്ര നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള വലിയ സ്പേസ് ആണ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നു നമ്മൾ നേരെ വരുന്ന സമയത്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. കവേർഡ് ആയിട്ടുള്ള ഒരു വലിയ കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സൈഡിലും മുകളിലുമെല്ലാം പോളി കാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടാണ് ഈ കാണുന്ന കാർ പോർച്ചിന്റെ ഏരിയ ചെയ്തിരിക്കുന്നത്. എത്ര വലിയ വാഹനങ്ങളാണെങ്കിലും എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു കാർ പോർച്ച്. അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. വീടിന്റെ എൻട്രൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്ക് ഫേസിംഗ് ആയിട്ടുള്ള വീടിന്റെ എൻട്രൻസ് ആണ്. നോർത്ത് ഫേസിംഗ് ആയിട്ട് നമുക്കൊരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടീക്കൂഡിലാണ് ഇവിടെ കാണുന്ന ഈ ഒരു മരത്തിന്റെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയയിലൂടെ നേരെ വീടിന്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് പോയി നോക്കാം. 19 സെന്റ് സ്ഥലത്തുള്ള ഈ ഒരു വീട്ടിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചെടികൾ നടണമെങ്കിലോ വലിയ മരങ്ങളോ തെങ്ങോ പ്ലാവോ എന്ത് വേണമെങ്കിലും വയ്ക്കാവുന്ന സ്പേസ് ആണ് ഇവിടെ കിടക്കുന്നത്. ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 പ്ലാവ് ഉണ്ട്. അതുകൂടാതെ തന്നെ 2-3 തെങ്ങുകൾ നിൽക്കുന്നുണ്ട്. ഒരു മാവ് നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഭാഗം ടൈലിട്ടിരിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് കാണുന്ന ഏരിയയാണ്. അവിടെ എല്ലാം മണ്ണിൽ കാണുന്ന വൃക്ഷങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നല്ലൊരു വെള്ളം കിട്ടുന്ന ആഴത്തിലുള്ള ഒരു കിണർ നമുക്ക് ആ കോർണർ ഭാഗത്തായിട്ട് കാണാം. അതിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു അലക്ക് കല്ലും കൂടെ കൊടുത്തിട്ടുണ്ട്. സിറ്റിയുടെ നടുക്ക് ഇത്രയും വലിയ സ്ഥലത്ത് കുറച്ച് പച്ചപ്പ് കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വലിയ വീട്ടിനകത്ത് നമുക്ക് ഇതുപോലെ ഒരു വലിയ ഏരിയയിൽ അത്യാവശ്യം എല്ലാ മരങ്ങളും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ടോയ്ലറ്റ് നമുക്ക് പുറത്തിന്റെ ബാത്റൂം കിട്ടുന്നുണ്ട്. യൂസ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ കിടക്കുന്നതാണ്. നമുക്ക് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബാത്റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ കറങ്ങി നേരെ ചെല്ലാൻ പോകുന്നത് വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ്. അപ്പോൾ സെറ്റ് ബാക്ക് ഒക്കെ നല്ല രീതിയിൽ ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം എത്ര ആളുകൾ വന്നാൽ പോലും സുഖമായിട്ട് സൈഡിലൂടെ കടന്നു പോകാവുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു പേരമരം നിൽക്കുന്നുണ്ട്. മറ്റു വൃക്ഷങ്ങളെല്ലാം തന്നെ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കുറച്ച് കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വീടിനോട് ചേർന്ന് തന്നെ ഒരുപാട് മുറ്റം നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് കടന്നു വന്ന എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗേറ്റ് തുറന്നിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കടന്നത്.
നമ്മൾ കുറച്ച് കാർപോർച്ചിന്റെ ഭാഗത്തേക്ക് പോയപ്പോൾ വടക്കോട്ട് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിന്റെ എൻട്രൻസ് കണ്ടു. നമുക്കിനി മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ഉണ്ട് ഇവിടെ, അത് കിഴക്ക് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. ഒരു നീളത്തിലുള്ള വലിയൊരു വരാന്തയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ സിറ്റ് ഔട്ട് നമുക്ക് ഈ ഒരു വരാന്തയായിട്ടാണ് എടുക്കേണ്ടത്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് തന്നെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് അവിടെ എല്ലാം ചെറിയ LED ബൾബുകൾ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോ ഇതിന്റെ ഓണർ സ്ഥലത്തില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ പവറിന്റെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് കാണിക്കായിരുന്നു. അപ്പോൾ എല്ലാ ഫെസിലിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം അൺഫോർച്ചുനേറ്റ്ലി അത് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. നല്ല രീതിയിലാണ് റൂഫിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ വരാന്തയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്ത വീടുകൾ നിങ്ങൾ കാണാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ വരാന്ത തന്നെയാണ്, സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അത് നോക്കിയാൽ കാണാം, ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. അല്ല, ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3-4 സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നിരനിരയായിട്ട് നമുക്ക് കുറെ പില്ലറുകൾ കാണാം. നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ പില്ലറുകളാണ് ഇവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വടക്ക് ദർശനമായുള്ള ഗേറ്റ് ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഒരു ഡോർ തുറന്ന് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കോട്ടുള്ള ഡോർ തുറന്ന് കയറിയാലും വടക്കോട്ടുള്ള ഡോർ തുറന്ന് കയറിയാലും 2 ഡോർ വരുന്നിടത്ത് നമുക്ക് ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ നേരെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഡോർ തുറന്ന് വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 4 വിൻഡോസ് കാണാം. റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ, വീടിന്റെ ഷേപ്പ് ഫ്രണ്ടിന്റെ പുറത്തുനിന്ന് കണ്ടതാണ്. ആ ഒരു ചെരിച്ചൊരു ടൈപ്പിലാണ് ഇതിന്റെ റൂഫ് വാർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റൂഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല ആവശ്യത്തിനുള്ള ലിവിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറുള്ള നല്ല ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്തിന്റെ താഴെയുള്ള പോർഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല റൗണ്ട് ഷേപ്പിലാണ് ഇവിടെയുള്ള ഈ ഒരു വുഡൻ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും ഇൻവെർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാനും ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് റൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഈ ഒരു എൻഡ് പോർഷൻ വരെ വന്നിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ഇനി നമുക്ക് ഈ ഒരു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഡോർ തുറന്ന് നമ്മൾ വന്നിട്ട് നമ്മൾ നേരെ വരാൻ പോകുന്നത്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു ഡോറാണ്. ഇത് നമുക്ക് നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഡോറാണ്. വടക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ വരുന്നത് മറ്റൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ടോട്ടൽ നമുക്ക് 2 ലിവിംഗ് ഏരിയ ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇവിടെ കുറച്ച് ഭംഗിയായിട്ടുള്ള നല്ല ഡിസൈനോട് കൂടിയ ഭംഗിയുള്ളൊരു ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് 2 സൈഡിലും നമുക്ക് 4 വിൻഡോസ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾ കാണുന്നത് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. നമ്മുടെ TVക്ക് ഇരിക്കാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സ്പേസും ഷെൽഫും എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയൊക്കെ ആയിട്ടാണെങ്കിലും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിലും നല്ല നീളത്തിലും വീതിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യം കണ്ട ലിവിംഗ് സ്പേസിലേക്കാണ്. നമ്മുടെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്ന ലിവിംഗ് സ്പേസിൽ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടതാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും കണ്ടതാണ്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കാണണം. ഡൈനിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും സ്റ്റെയർ കേസ് കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്. അതിന് താഴെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ജാഗ്വാറിന്റെ ആണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ളതുമായ ഒരു വാഷ് ബേസിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെയും താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസിന്റെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഗ്ലാസ് വർക്കുകളുടെ അകത്ത് വന്നിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ക്രോക്കറി ഷെൽഫ് ഫെസിലിറ്റി ആണ് അവിടെ കാണാൻ പറ്റുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഡിസൈൻ ഉള്ള ഗ്ലാസ് ആണ്. അകത്തൊക്കെ നമുക്ക് ധാരാളം ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടാണ് ഷെൽഫുകളായിട്ട് ഗ്ലാസ് വെച്ചിട്ട് തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ താഴെ ഭാഗത്താണെങ്കിലും നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന പോർഷന്റെ റൂഫിലേക്ക് നോക്കിയാലും കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഭംഗിയായിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 8-9 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന ഒരു സ്ലാമ്പ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. അതിന് താഴെ നിറയെ കബോർഡുകളായിട്ടുള്ളൊരു ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ, അഗെയിൻ രണ്ടാമത്തെ വാഷ് ബേസിനാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ഒരു വാഷ് ബേസിൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
5 വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്തെ വോള് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും സെയിം പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു കിച്ചൺ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ നിറയെ നമുക്ക് ക്യാബിനറ്റ്സ് കാണാം. വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ ഗ്ലാസോട് കൂടിയിട്ടുള്ള ഡോറാണ് മുകൾ ഭാഗത്ത്. താഴെയെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളതുമാണ്. അവൻ വെക്കാനുള്ള മൈക്രോവേവ് അവൻ വെക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. അതുകൂടാതെ ഇവിടെ 4 വിൻഡോസും ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 7-8 പേർക്ക് നിന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ആണ് ഈ ഒരു കിച്ചണിൽ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെ നിറയെ കബോർഡുകളൊക്കെ ആയിട്ടാണ് സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. എവിടെ വേണമെങ്കിലും ഫ്രിഡ്ജ് വെക്കാം. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് വലിയ കിച്ചൺ ആയതുകൊണ്ട് എത്ര സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് കിച്ചണിലും വിൻഡോസ് വരുന്നുണ്ട്. സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു സിങ്കും പൈപ്പ് കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1ഉം 2ഉം കിച്ചണുകൾ കണ്ടു. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ കൂടി അകയാൻ വീണ്ടും ഒരു സൗകര്യപൂർവ്വം കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ചുറ്റിനും വൈറ്റ് കളറിലുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ തന്നെയാണ് മെയിൻ കിച്ചൺ സ്ലാബ് വരുന്നതും. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡുകളും സിങ്ക് ഫെസിലിറ്റി എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പുറത്ത് നേരത്തെ കണ്ട ആ ഒരു തെങ്ങ് മരങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയയിലേക്കാണ് എത്തുന്നത്. നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് താഴത്തെ 1ാമത്തെ ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂമിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു വലിയ ഫാമിലി കോട്ട് കട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് മിറർ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ ഒരു ഫാമിലി കോട്ട് ഇട്ടിട്ട് പോലും നമുക്ക് ഈ റൂമിനകത്ത് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. അതുകൂടാതെ റൂഫിലെ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു വോളിന്റെ 3/4 ഭാഗത്തോളം ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഭംഗിയായിട്ട് ആ ഒരു പാനലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സൗകര്യമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമിലുള്ള ഫിറ്റിംഗ്സും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 1ാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമ്മൾ ആദ്യം കണ്ട ഒരു പാസേജ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മൾ ക്രോക്കറി ഷെൽഫൊക്കെ പറഞ്ഞത്. അവിടെ കൂടെ നമ്മൾ നേരെ നടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ കാണുന്ന വുഡൻ ഐറ്റംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ 2ാമത്തെ ബെഡ്റൂമിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾക്ക് നേരെ കാണാൻ പറ്റുന്നത് വളരെ വലിയ ഒരു ഡ്രസ്സിംഗ് റൂം ആണ്. ഡ്രസ്സിംഗ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ കാണുന്ന ഏരിയ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് പണിയുന്ന ഏതൊരു വീട്ടിൽ നോക്കിയാലും നമുക്ക് കാണാം, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബെഡ്റൂം തന്നെയാണ് നമ്മുടെ ഡ്രസ്സിംഗ് റൂം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് നല്ല രീതിയിൽ ക്യാഷ് മുടക്കി നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടായതുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് റൂമും കൂടെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിറയെ വാർഡ്രോബുകളാണ് നിങ്ങൾക്ക് ഈ ഒരു റൂമിനകത്ത് കാണാൻ പറ്റുന്നത്. വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് വളരെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നല്ല കളർഫുൾ ആയിട്ട് ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളും റൂഫിംഗ് വർക്കുകളും ഒക്കെ ചെയ്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 വിൻഡോസ് ആ ഒരു കോർണർ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂം കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമും വളരെ സൗകര്യപൂർവ്വം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വോളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 4 വിൻഡോസും ഇവിടെ 4 വിൻഡോസും ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാൽ കാണാം, വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളും നല്ല കളർ കോമ്പിനേഷൻ ഉള്ള പെയിന്റിംഗ് ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. വിത്ത് മിററോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത്ര വലിയ ഒരു കോട്ട് ഇട്ടാൽ പോലും നമുക്ക് വീണ്ടും സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വാർഡ്രോബുകളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രസ്സിംഗ് ടേബിൾ ഇടാനും, ഡ്രസ്സിംഗ് ടേബിൾ ഓൾറെഡി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ് ചെയ്ത് നിൽക്കാനൊക്കെ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ വലിയൊരു മിററുമാണ് അവിടെ വരുന്നത്. ഇപ്പൊ നമ്മൾ വലിയൊരു മിറർ കണ്ട ഈ ഒരു ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിലേക്കാണ്. ഈ ഒരു ബാത്റൂം നല്ല ഭംഗിയുള്ള ടൈലുകളും നല്ല സൗകര്യത്തിലാണ് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ലാൻഡിംഗ് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മൾ മെയിൻ ഡോർ കടന്നു വന്നത്. നമ്മുടെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ലിവിംഗ് സ്പേസിന്റെ എൻട്രൻസ് ആണ് താഴെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും വളരെ ഭംഗിയായിട്ടാണ് വുഡൻ ഫ്രെയിം ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം കാണാം ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല സൗകര്യത്തോടു കൂടി ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ ഹാളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നിങ്ങൾക്ക് കാണാം അവിടെ ഓൾറെഡി TV ആ ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റിനും ഭംഗിയായിട്ടുള്ള റെഡും വൈറ്റും കോമ്പിനേഷനിലാണ് ആ മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഷോ ലൈറ്റും മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് ആ മരത്തിൽ ആ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിലേക്ക് നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസ് കാണാം. അത് ബ്ലൈൻഡ്സ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി നേരെ വന്നിട്ട് നമ്മൾ സ്ട്രേറ്റ് പോയപ്പോഴാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് കണ്ടത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 4 വലിയ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലും അത്യാവശ്യത്തിനുള്ള ചെറിയ വർക്കുകളും ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും എല്ലാ മുറിയിലും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഉടനായിട്ടുള്ള ഒരു വാർഡ്രോബ് ഭംഗിയായിട്ടാണ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അധികം ഒന്നും കാണാത്ത ഭംഗിയായിട്ടുള്ള ഒരു ബാംബു ഷേപ്പ് ഉള്ള ഒരു ടൈലാണ് ഫ്ലോറിലും വോളിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ, അതായത് മുകളിലത്തെ രണ്ടാമത്തെയും ടോട്ടൽ നോക്കുവാണെങ്കിൽ 4ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതുവരെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെ വലിയ സൗകര്യത്തിലാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വാർഡ്രോബുകൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കണമെങ്കിൽ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 സൈഡിലായിട്ടും 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലാണെങ്കിലും റൂഫിന്റെ ആ ഒരു സ്കേർട്ടിംഗ് പോലെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളർ ടൈലും ബ്ലൂ കളർ കോമ്പിനേഷനും കൂടെ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകളും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഡോർ ഉണ്ട്. ഇത് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വളരെ വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ റൂഫും അതുപോലെ സൈഡിലുള്ള പോർഷൻസ് എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എത്രമാത്രം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും എന്ത് സൗകര്യത്തിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നുള്ള ഈ ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് നമ്മളിനി വരാൻ പോകുന്നത് നിങ്ങൾ സാധാരണ വീടുകളൊന്നും കണ്ടിട്ടില്ലാത്തൊരു സൗകര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഈ കാണുന്ന സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ടൈല് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു ഏരിയയുടെ അകത്തായിട്ടാണ് നമുക്ക് സ്വിമ്മിംഗ് പൂള് വരുന്നത്. നമുക്ക് ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അത്യാവശ്യം ഒരു പ്ലേ ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്യാനും ഒക്കെ സ്വിമ്മിംഗ് പൂളിന്റെ ഈ ഒരു ഫെസിലിറ്റി കൂടാതെ ബാക്കി നമുക്ക് എക്സ്ട്രാ സ്പേസ് ഇവിടെ ധാരാളം കിട്ടുന്നുണ്ട്. ഇതും ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനോട് കൂടി തന്നെ ഒരു ബാത്റൂം ഫെസിലിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡെപ്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന ഭാഗത്താണ്, നിങ്ങൾ നോക്കിക്കോളൂ, ഓൾറെഡി നമുക്ക് അവിടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്കൊരു ചെറിയ ഡോർ ഉണ്ട്. അത് തുറന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് പേരൊക്കെ വരുന്ന സമയത്താണെങ്കിൽ
ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. ബാക്കി വരുന്ന ആ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്ലേ ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്യാനും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും നല്ല രീതിയിൽ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കാണാനുള്ളത്. നമുക്ക് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ ടെറസിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും എൻജോയ് ചെയ്യാനും നമുക്ക് ഇവിടെ ഇരുന്നൊരു ടീ ആസ്വദിക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഓട് പാകിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ സൈഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴും ഇവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ വിട്ടിട്ടിട്ടാണ് എല്ലായിടത്തും തന്നെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് കൊണ്ടുമാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് താഴെ ചെടികളൊന്നും നടണ്ട, മുകളിൽ നടാനാണ് ആഗ്രഹമെങ്കിലും അതിന് നമുക്ക് പറ്റിയ ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇത്രയും വലിയൊരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പടമുകൾ ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ, വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലേക്കാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇടപ്പള്ളി, കാക്കനാട്, ആലുവ എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 19 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4800 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് കിച്ചൺ നോക്കുവാണെങ്കിൽ 2 കിച്ചണുകളും ഒരു വർക്ക് ഏരിയയും കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ നമുക്ക് റൂഫിലായിട്ട് നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, 19 സെന്റ് ഓഫ് ലാൻഡിൽ 4800 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എത്ര കാറുകൾ പാർക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ നമ്പർ ആയിട്ട് പറയുന്നില്ല. നമുക്ക് എത്ര കാറുകൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇത്രയും മനോഹരമായിട്ട് 19 സെന്റ് സ്ഥലത്ത് തീർത്തിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റിയോടുകൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 3.5 കോടി രൂപയാണ്. 3.50 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇത് സ്വന്തമാക്കാനുള്ള അവസരം നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത്രയും വലിയൊരു ഏരിയയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ലൊക്കേഷനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ നോക്കിക്കോളൂ, കാക്കനാട് പടമുകളാണ്. നിങ്ങൾക്ക് ഇത്രയും വലിയ ലാൻഡ് അളവിലുള്ള ഒരു വീട് ഇത്രയും ഈ ഒരു എമൗണ്ടിൽ സ്വന്തമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ലക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.